മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 19-ാം അധ്യായം 8-ാമത്തെ വാക്യം. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 19:8. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഏത് വിധേനയും അധികമധികം പണം സ്വന്തമാക്കുവാൻ നമ്മൾ ശ്രമിക്കുന്നു. എന്നാൽ ആവശ്യക്കാരെ സഹായിക്കുവാൻ പണം ചെലവിടുമ്പോൾ ലഭിക്കുന്ന സ്വർഗീയമായ ആനന്ദാനുഭവത്തെക്കുറിച്ച് പലർക്കും അറിവില്ല. നമ്മുടെ ആത്മാഭിമാനം ഉയർത്തുവാനും അത് സഹായിക്കും. പിൽക്കാലത്ത് അവയെപ്പറ്റി ഓർക്കുന്നത് സന്തോഷപ്രദമായിരിക്കും. സ്വന്തം ആവശ്യങ്ങൾക്കായി ചെലവാക്കിയ വലിയ തുകകളെപ്പറ്റി ഓർക്കുമ്പോൾ പലപ്പോഴും പശ്ചാത്താപചിത്തരായിരിക്കും നമുക്കുണ്ടാവും. മറ്റാരെങ്കിലും സഹായിക്കുവാൻ ചെലവ് ചെയ്ത ഓർമ്മകൾ അഭിമാനബോധവും ആനന്ദവും നമുക്ക് പകരും. ദീർഘനാളുകൾ പണം സമ്പാദിക്കുവാൻ മാത്രം ജീവിച്ച സഖായി സമ്പാദ്യത്തിന്റെ പകുതി മറ്റുള്ളവർക്കായി ചെലവിടുവാൻ തയ്യാറായി. ഏതു വിധേനയും പണം സമ്പാദിച്ചാൽ ജീവിതം സന്തോഷപൂർണമാകുമെന്ന് അയാൾ വ്യാമോഹിച്ചു. ഈശോയെ കണ്ടതിന്റെ ഫലമായി അവനിൽ വലിയ മാറ്റം സംഭവിച്ചു. സ്വന്തം ധനം ചെലവ് ചെയ്ത് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ അയാൾ ഒരു പുതിയ സന്തോഷം കണ്ടെത്തി. പണം അതിൽ തന്നെ തെറ്റല്ല. അനീതിയുള്ള മാമോനെ കൊണ്ട് സ്നേഹിതരെ ഉണ്ടാക്കിക്കൊള്ളുവാൻ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ളവരെ സഹായിച്ചാൽ സ്നേഹിതരുണ്ടാകും. അതാണ് പണത്തിന്റെ വലിയ പ്രയോജനം. നാം കൊടുത്തു സഹായിച്ച കാര്യങ്ങളെ പറ്റിയുള്ള ഓർമ്മകൾ അന്ത്യനിമിഷങ്ങളിലും സമാധാനം തരുവാൻ പ്രാപ്തമാണ്. പ്രശസ്തിക്ക് വേണ്ടി കൊടുക്കുന്നതല്ല, സഹാനുഭൂതിയും സഹതാപവും നിമിത്തം ചെയ്യുന്ന സഹായങ്ങളാണ് നമ്മളെ മാനസികവും ആത്മീയമായും അന്ത്യം വരെയും സഹായിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. പണം സമ്പാദിക്കുമ്പോൾ ആഗ്രഹം നിറവേറുന്നു. പണം കൊടുക്കുമ്പോൾ ആനന്ദവും ആത്മാഭിമാനവും ലഭിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും എല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.